എറണാകുളം പറവൂർ നീണ്ടൂരിൽ 3 വയസ്സുകാരുടെ വലത് ചെവിയുടെ ഒരു ഭാഗം തെരുവുനായ കടിച്ചെടുത്തു. അറ്റുപോയ ചെവിയുടെ ഭാഗം തുന്നിച്ചേർക്കുന്നതിന് വേണ്ടി കുട്ടിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പേവിഷബാധ സംശയിക്കുന്ന നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. പറവൂർ നീണ്ടൂർ രാമൻകുളങ്ങര ക്ഷേത്ര മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നിഹാരയെ തെരുവുനായ ആക്രമിച്ചത്. വൈകിട്ട് 4 മണിയോടുകൂടിയായിരുന്നു സംഭവം. നിഹാരയ്ക്കൊപ്പം സഹോദരങ്ങളും മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു. അച്ഛനും സമീപത്തുണ്ടായിരുന്നു. ഈ സമയത്തായിരുന്നു തെരുവുനായയുടെ ഓർക്കാപ്പുറത്തുള്ള ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ തെരുവുനായ നിഹാരയുടെ വലതു ചെവിയുടെ ഒരു ഭാഗം തന്നെ കടിച്ചെടുത്തു. ആദ്യം പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഇവിടെ വെച്ച് പേവിഷബാധയ്ക്കെതിരായ കുത്തിവെപ്പും പ്രാഥമിക ശുശ്രൂഷയും നൽകി. അതിനുശേഷം ആദ്യം എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. ഇപ്പോൾ രണ്ടാമത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടി ചികിത്സയിൽ ഉള്ളത്. ഈ പ്രദേശത്ത് വലിയ രീതിയിൽ തെരുവുനായയുടെ ശല്യം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഞങ്ങൾ കളിക്കണോടത്ത് വെച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു 3 പട്ടി ചാടി വന്നിട്ട് അതിനകത്ത് ഒരു പട്ടി കൊച്ചിൻ്റെ ചെവിടത്തേര് കടിച്ച് പിടിച്ച് കൊച്ചിനെ മറിച്ചിട്ട് സ്പോട്ടിൽ തന്നെ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്നപ്പോഴും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത്രയും മുറിവ് പറ്റിയിട്ടുള്ള ഒരു ഇഞ്ചോളം പീസാണ് കൊച്ചിൻ്റെ ചെവി അടർന്നു പോയേക്കണത്. കൂടുതലും അവിടെ ഇഷ്ടം പോലെ പട്ടികൾ ഈ പഞ്ചായത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഒരാളും ഇതിനെക്കുറിച്ചൊന്നും പറയണില്ല. കുട്ടിയെ ആക്രമിച്ച തെരുവുനായെ പിന്നീട് നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നു. ഈ നായ്ക്ക് പേവിഷബാധ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും നാട്ടുകാർ അറിയിച്ചു. നായനെ കെട്ടി അവർ നാട്ടുകാർ തല്ലിക്കൊന്നിട്ടുണ്ട്. അവിടെ ഉണ്ട്. അത് ഫീസർ ചെയ്ത് വെച്ചാൽ നാളെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഫീസർ ചെയ്ത് വെച്ചാൽ അടുത്ത പഞ്ചായത്ത് മെമ്പർ ഇപ്പോഴത്തെ മെമ്പർ അത് ഫീസർ ചെയ്ത് അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. തെരുവുനായ ശല്യത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ കുട്ടിക്കുണ്ടായ അനുഭവം ഇനി ആവർത്തിക്കരുതെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പഞ്ചായത്തിനെതിരെ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ശരത് തമ്പാട്ടവനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.